ശരി, എന്തായാലും വിവിധയിടങ്ങളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 7 മണിയോടുകൂടി പോളിംഗ് തുടങ്ങുമെന്നുള്ളതാണ്. സരീഷ് കൂടി ചേരുന്നുണ്ട്. സരീഷ് എവിടെയാണുള്ളത്? വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ബൂത്ത് നമ്പർ 25-ലാണ്. കൽപ്പാത്തി ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ മോക്ക് പോളിംഗ് 5:30 തന്നെ ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. ആ മോക്ക് പോളിംഗ് പൂർത്തീകരിച്ച് ഇപ്പോൾ സീലിംഗ് നടപടിയിലേക്ക് കടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നേരത്തെ തന്നെ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് കൃത്യമായി 5:30 തന്നെ മുഴുവൻ ഏജൻറ്റുമാരെയും ബൂത്ത് ഏജൻറ്റുമാരെയും ഉൾപ്പെടുത്തി മോക്ക് പോളിംഗ് പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ 6:15 മുൻപ് തന്നെ സീലിംഗ് നടപടികൾ പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ മെഷീനുകൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയം ആവശ്യമാണ്. EVMകൾക്കോ അല്ലെങ്കിൽ ഈ പോളിംഗ് മെഷീനുകൾക്കോ മറ്റ് VVPAT മെഷീനോ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ സമയം വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിർബന്ധം നേരത്തെ തന്നെ അത് പൂർത്തീകരിക്കണം എന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ മുഴുവൻ ബൂത്ത് ഏജൻറ്റുമാരെയും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. അതിനുശേഷം മോക്ക് പോളിംഗ് നടത്തുന്നു. മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേരുകൾക്ക് നേരെ ഈ വോട്ട് ചെയ്യുന്നത് സമാനമായ രീതിയിൽ പോളിംഗ് നടത്തുന്നു. മുഴുവൻ ആളുകളുടെയും സ്ലിപ്പ് പരിശോധിക്കുന്നു. അങ്ങനെ കൃത്യമായി പരിശോധിച്ച് പൂർത്തിയാക്കി മുഴുവൻ ആളുകളുടെയും, അതായത് ബൂത്ത് ഏജൻറ്റുമാരുടെ സമ്മതത്തോടെയാണ് ഇപ്പോൾ സീലിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. സീലിംഗ് പൂർത്തീകരിച്ച മെഷീനാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ഇനി അല്പസമയത്തിനകം തന്നെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസറുടെയും ഒപ്പം തന്നെ ബൂത്ത് ഏജൻറ്റുമാരുടെയും മീറ്റിംഗ് ആദ്യ സമയം ചേർന്നിരുന്നു. 5:30 ആദ്യം ഈ ബൂത്ത് ഏജൻറ്റുമാരുടെ യോഗം ചേർന്നിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ പരാതികൾ ഉണ്ടെങ്കിൽ, കാരണം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥാനാർത്ഥികൾക്കെതിരെയോ അല്ലെങ്കിൽ ബൂത്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ പരാതികളുണ്ടെങ്കിൽ അത് കൃത്യമായി എഴുതി നൽകണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ബൂത്തിൽ ഓഫീസറെയാണ് അറിയിക്കേണ്ടത്. അതോടൊപ്പം ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ബൂത്ത് ഏജൻറ്റുമാർക്ക് പോളിംഗ് ഓഫീസർ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട ഈ സ്ലിപ്പിൽ സീല് വയ്ക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം പ്രത്യേക ഫോമിൽ എഴുതി നൽകിയാൽ മാത്രമാണ് ഓപ്പൺ വോട്ട് ചെയ്യാനാവുക. പക്ഷേ ഇത്തവണ ഓപ്പൺ വോട്ടുകൾ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം നേരത്തെ തന്നെ ഈ പ്രായമായവർക്കും അതോടൊപ്പം തന്നെ കിടപ്പിലായ രോഗികൾക്കുമുള്ള വോട്ട് അത് നേരത്തെ തന്നെ വീട്ടിലെത്തി പോളിംഗ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓപ്പൺ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അന്ന് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇത്തവണ ഇവിടെ എത്തി വോട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബൂത്ത് ഏജൻറ്റുമാരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി വരികയാണ്. എന്തായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബൂത്ത് എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറിൻ്റെ ഹോം ബൂത്താണ്. അപ്പോൾ അത്തരത്തിൽ 7 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ നിലവിൽ 1196 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. അതിൽ 638 സ്ത്രീകളും 558 പുരുഷന്മാരുമാണ്. എന്തായാലും കഴിഞ്ഞ തവണ 700-ലേറെ വോട്ടാണ് ഈ ബൂത്തിൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 1000-ൽ കൂടുതലാണെങ്കിൽ പോലും 700-ലേറെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത്തവണയും കൂടുതൽ പോളിംഗ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ 3 പാർട്ടിയുള്ളത് അല്ലെങ്കിൽ മുന്നണികളുമുള്ളത്. തീർച്ചയായും കൂടുതൽ ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബൂത്ത് കൂടിയാണിത്. ആ മേഖലയിൽ കൂടുതൽ ആളുകൾ കൽപ്പാത്തി ഉത്സവവുമായി ബന്ധപ്പെട്ട് രഥോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ കൂടുതലായി എത്തിയിരുന്നു. അവരൊക്കെ തിരിച്ചു പോകുന്നതിന് മുൻപ് വോട്ട് ചെയ്ത് തിരിച്ചു പോകണമെന്ന് സ്ഥാനാർത്ഥികളൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ നിലനിൽക്കുകയും വോട്ട് ചെയ്തതിന് ശേഷം മടങ്ങുകയും ചെയ്യും എന്നൊരു പ്രതീക്ഷ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ ബൂത്തിൽ ഉൾപ്പെടെ, അതായത് ഈ മണ്ഡലത്തിൽ ഒന്നാകെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്ത് ബൂത്ത് ഏജൻറ്റുമാരെ കാണാം. അതോടൊപ്പം തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒരുപക്ഷെ 7 മണി എന്നുള്ളത് കൊണ്ട് തന്നെ
ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. വോട്ട് ചെയ്യാനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ആളുകൾ ഒരുപക്ഷെ 6:30 കഴിയുന്നതോടെ ആളുകളെത്തും. ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഒരാൾ എത്തിയിരുന്നെങ്കിലും അദ്ദേഹം തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 1 മണിക്കൂർ നേരത്തെയാണ് ഉള്ളതപ്പോൾ അത്തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യാനായി എത്തി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇനി കൃത്യം 30 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് ക്യൂവിൽ നിൽക്കുക എന്നൊരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. എന്തായാലും വോട്ടർമാരുൾപ്പെടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഈ നേരത്തെ ഒരു മണിക്കൂർ മുമ്പേ ചേട്ടൻ എത്തിയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ നേരത്തെ എത്തി വോട്ട് ചെയ്യുന്ന ആളാണ്? എല്ലാ വർഷവും വരുമ്പോൾ വോട്ട് ചെയ്യും. ഈ ബൂത്തിൽ ആദ്യ വോട്ടർ എന്ന രീതിയിൽ എപ്പോഴും വരുന്നതാണോ? എപ്പോഴും എല്ലാ കൊല്ലവും വരും. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകാനുള്ളതാണോ? പണിക്ക് പോകും. ചേട്ടനും നേരത്തെ എത്തി വോട്ട് ചെയ്യുന്നതാണോ? വീട് അടുത്ത് തന്നെ. ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോകാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇത്തവണ വലിയ ആവേശമായിരുന്നു. അതുകൊണ്ട് പോളിംഗ് കൂടാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ്? നല്ലോണം കൂടും. ശരി, ഇത്തവണ പോളിംഗിൽ വലിയ വർധനമുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യുന്നതിനായി എത്തിക്കഴിഞ്ഞു. എന്തായാലും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഇനി ആളുകളെ കാത്തിരിക്കുകയാണ്. ഇനി പോളിംഗിലേക്കുള്ള കാത്തിരിപ്പാണ് ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 മണിക്ക് തന്നെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM നേതാവ് NN കൃഷ്ണദാസിനും ഇതേ ബൂത്തിലാണ് വോട്ട്. അദ്ദേഹവും ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇനി വോട്ടർമാർക്കുള്ള കാത്തിരിപ്പിലാണ്.